നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ ഓട്ടോ ഡ്രൈവർമാരുടെ അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഔട്ടർ റിംഗ് റോഡിലെ വൺവേയിൽ നിന്ന് ഓട്ടോറിക്ഷകളെ താൽക്കാലികമായി ഒഴിവാക്കിയതായി പോലീസ്. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച മേൽശാന്തി പോലീസ് പിടിയിൽ. മുരുങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി അശ്വിനാണ് പിടിയിലായത്. വടനപ്പള്ളി സ്വദേശി സജീറിനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. അറസ്റ്റായത് കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളി ജിത്തുവും. പുത്തഞ്ചേരിയിൽ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹിക രംഗത്ത് മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2026-ൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ്. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഔട്ടർ റിംഗ് റോഡിലെ വൺവേയിൽ നിന്ന് ഓട്ടോറിക്ഷകളെ താൽക്കാലികമായി ഒഴിവാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചതിനെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിനെതിരെ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്കിനെ തുടർന്ന് ക്ഷേത്രനഗരിയിൽ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവി താൽക്കാലികമായി ഓട്ടോറിക്ഷകളെ വൺവേയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇന്നർ റിംഗ് റോഡിലെ വൺവേ സംവിധാനം തുടരും. ടെമ്പിൾ SHO G. അജയകുമാർ, SI പ്രീത ബാബു എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരത്തിൽ നിന്ന് പിന്മാറിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചത്. ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നവരാത്രിക്ക് ശേഷം ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊരട്ടി മുരുങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി പോലീസ് പിടിയിലായി. കണ്ണൂർ അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ K. അശ്വിനാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ക്ഷേത്രം ഭാരവാഹികൾ തന്നെയാണ് പൂജാരിയെ പോലീസിൽ ഏൽപ്പിച്ചത്. ഏകദേശം 3 പവൻ തൂക്കം വരുന്ന സ്വർണമാല ഇയാൾ മാസങ്ങൾക്ക് മുൻപ് കൈവശപ്പെടുത്തി ചാലക്കുടിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നാണ് വിവരം. പല ഘട്ടങ്ങളിലും സംശയം തോന്നിയ ക്ഷേത്രസമിതി ഭാരവാഹികളെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചായിരുന്നു ഇയാൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ഓഫീസിൽ വെച്ച് ഇയാളെ തടഞ്ഞുവെച്ച ഭാരവാഹികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാലാരിവട്ടം ഉദയംപേരൂർ ക്ഷേത്രത്തിൽ 3 വർഷം മുൻപ് മേൽശാന്തിയായിരിക്കെ തിരുവാഭരണം മോഷ്ടിച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയും പോലീസ് കേസിന്റെ വിവരങ്ങളും ശാന്തിയുടെ മുറിയിൽ നിന്നും ഭാരവാഹികൾ രഹസ്യമായി കണ്ടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ മേൽശാന്തിയെ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തത്. ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പൂജാരിയെ ഭാരവാഹികൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾ തിരികെ തരുമെന്ന് ആവശ്യപ്പെട്ട സമയത്താണ് ക്ഷേത്രത്തിലെ 3 പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടുപോയി അതിനെടുത്ത് മറ്റു പണയം വെച്ച് വിളിച്ചു കണ്ടെത്തിയ രീതിയെന്ന് മനസ്സിലാക്കാൻ. സ്വർണമാല ഏതു ബാങ്കിലാണ് പണയപ്പെടുത്തിയതെന്ന് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. 2022-ലാണ് ഇയാൾ ഉദയംപേരൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരിക്കെ അവിടുത്തെ തിരുവാഭരണം മോഷ്ടിച്ചത്. പകരം ചെമ്പിൽ സ്വർണം മുക്കിയ ആഭരണങ്ങൾ കൊണ്ടുവന്ന അവിടുത്തെ ഭാരവാഹികളെ കബളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇത് പരിശോധിച്ച ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും. SHO അമൃതരംഗന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. പുത്തഞ്ചിറയിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ 2 യുവാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വടമ കുന്നത്തുകാട് സ്വദേശി അഴിക്കോട്ടുകാരൻ വീട്ടിൽ രാഹുൽ, പുത്തഞ്ചിറ കോവിലകത്തുകുന്ന സ്വദേശി അടയാനിപ്പറമ്പിൽ മുഹമ്മദ് ഫസൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് സ്കൂട്ടർ കണ്ടെടുത്തു. പുത്തഞ്ചിറ അഞ്ചേരി വീട്ടിൽ ജോണിയുടെ സ്കൂട്ടറാണ് മോഷണം പോയത്. 46 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളി എറണാകുളം മുളന്തുരുത്തി സ്വദേശി എളിയാട്ടിൽ ജിത്തുവും അറസ്റ്റിൽ. വടനപ്പള്ളി അഞ്ചങ്ങാടി സ്വദേശി രായമരക്കാർ വീട്ടിൽ സജീറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഓരോ സമുദായത്തിന്റെയും സാമൂഹിക രംഗത്ത് മാറ്റം ഉണ്ടാവുകയുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേരള കുംഭാര സമുദായ സഭയുടെ 10ാം വാർഷിക സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒബിസിയിൽ നിലനിർത്തി പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയാൽ മാത്രമേ കുംഭാര സമുദായത്തിന് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 2026-ൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കുംഭാര സമുദായം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി. തൃശൂർ ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാടൂക്കാട് അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റരപ്പള്ളി MLA മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി രാജു ചേളാരി, ചെയർമാൻ കുഞ്ഞിരാമൻ തൊടുപുഴ, കൺവീനർ അജിത് കോഴിക്കോട്, ജില്ലാ പ്രസിഡന്റ് സത്യൻ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. സമുദായങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നവർ ഞാൻ കഴിഞ്ഞ നിരവധി വർഷക്കാലം പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചങ്ക് പൊട്ടിപ്പോകുന്ന ഇതുപോലത്തെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ പരിഹാസ രൂപേണ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ പിക്കപ്പ് വാനിന് പിന്നിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. കൊല്ലങ്കോട് സ്വദേശി മാധവനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. തുരങ്കത്തിനുള്ളിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് ഇതേ ദിശയിൽ പോയിരുന്ന പിക്കപ്പ് വാനിന് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ പേബസാർ പടാക്കുളം റോഡിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച അപകട പരമ്പര. അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പേബസാർ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന ഥാർ ജീപ്പ് ബൈക്കിലിടിച്ചതിന് ശേഷം നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് മഞ്ഞളി പള്ളി പരിസരത്ത് മറ്റൊരു കാറിലും മതിലിലും വാഹനം ചെന്നിടിച്ചു. തുടർന്ന് നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ എറിയാട് മാടവന കളത്തിപ്പറമ്പിൽ മുഹമ്മദ് റാഫിക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. അപകടത്തിൽ കാർ യാത്രക്കാരായ എറിയാട് സ്വദേശി മാടത്തിങ്കൽ ബിജുമോൻ, ഭാര്യ ജിജി, മകൾ അനഘ എന്നിവർക്ക് പരിക്കേറ്റു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, സുഗത ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് അപകടവുമായി പുതിയ പ്രസിഡന്റിന്റെ ഭരണസമിതിയെ മികച്ച പ്രവർത്തനം നടത്തിയതിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. കുറെ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് അവിടെ ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു, എന്തെല്ലാമാണ് ചെയ്തത് എന്ന്. ടൈസൺ മാഷും ഇവിടെ പറഞ്ഞു, മാഷക്കും കുറെ പറയാനുണ്ടാവും. മാഷക്ക് പക്ഷെ പറയാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്, നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യമൊക്കെ. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. 16 കോഴികൾ ചത്തു. OK ആശുപത്രിക്ക് സമീപം കൈതക്കാട്ട് പ്രഭാകരന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. വീട്ടുവളപ്പിൽ തുറന്നുവിട്ടിരുന്ന കോഴികളെ മതിൽ ചാടിക്കടന്നെത്തിയ 2 തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാസ്ലീഹായുടെ 23ാമത് ഊട്ടുതിരുനാളിന് കൊടിയേറി. മോൺസിഞ്ഞൂർ ഫാദർ റോക്കി റോബിൻ കളത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ, PG ഇടവക വികാരി ഫാദർ ലിനോ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ ജോബി കാട്ടാശ്ശേരി വചന പ്രഘോഷണം നടത്തി. അടുത്ത വ്യാഴാഴ്ചയാണ് ഊട്ടുതിരുനാൾ. തിരുനാൾ ദിനത്തിൽ രാവിലെ 10:30 ആഘോഷമായി ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനാകും. മാന്നാമംഗലത്ത് വള്ളിപ്പടർപ്പിൽ കൊമ്പുകുടുങ്ങിയ പുള്ളിവാനെ വനം വകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി രക്ഷപ്പെടുത്തി. കൊളാംകുണ്ടിൽ
സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വള്ളിപ്പടർപ്പിലാണ് കഴിഞ്ഞ ദിവസം മാൻ കുടുങ്ങിയത്. കൊമ്പ് വള്ളിപ്പടർപ്പിനുള്ളിൽ കുടുങ്ങിയതിനാൽ മാനിന് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ നാട്ടുകാർ മാന്നാമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വനം വകുപ്പ് റെസ്ക്യൂ അംഗം ലിജോ കാച്ചേരി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മാനിനെ രക്ഷപ്പെടുത്തിയത്. മാധ്യമമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലയിലെ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. കൂട്ടനാട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ.സി. ഗീവർ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, സംഘടനാ ജനറൽ സെക്രട്ടറി ബാബു നാസർ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, പ്രവാസി കോൺഗ്രസ് നേതാവ് ഹൈദർ ബാവ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായിരുന്നു. കോലടി തേവർ ട്രസ്റ്റിന്റെ അഗ്രശാലയിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകി. തേവർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സുനീഷ് ബാബു, സെക്രട്ടറി MS സുരേഷ്, സന്തോഷ് കോലടി തുടങ്ങിയവർ സംസാരിച്ചു. നബിദിനത്തിന്റെ ഭാഗമായി ബംഗാളിൽ നിന്നുള്ള വിശ്വാസികളുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചിയാരം വിജയമാത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇമാം ഇസ്മയിൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. ഹസ്രത്ത് മൗലാന ഹുസൈൻ ബുഖാരി എന്നിവർ സംസാരിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. പരസ്പര സ്നേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായി ഗാനരചയിതാവ് BK ഹരിനാരായണൻ പറഞ്ഞു. ഗുരുവായൂർ NRI കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അഭിലാഷ് V. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ അസീസ് പനങ്ങായിൽ, സുമേഷ് കൊളാടി, ഷാഫിർ അലി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കാരണം നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, ഈ കൊച്ചിയിൽ പണ്ടൊക്കെ വൃദ്ധസദനമായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ അതുല്യ ഹോംസും അങ്ങനെ പലർക്കും പല സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഫ്ലാറ്റുകളാണ്. അപ്പം ഈ അച്ഛനമ്മമാരും ഇവിടെയുള്ള മക്കൾ വേറെ സ്ഥലത്ത് ജോലിയിലുള്ള വയ്യാതെയായിട്ടുള്ള 80 ഇടവേള. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജ നടന്നു. പ്രഭാഷകൻ അനൂപ് വൈക്കം മാതൃപൂജ സന്ദേശം നൽകി. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. അഴകത്തുമനയ്ക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, ട്രാവൽ വ്ലോഗർമാരായ ശരത് കൃഷ്ണ, ഗീത രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആളൂർ പഞ്ചായത്തിലെ കുഴിക്കാട്ടുശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ 43 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പേവാർഡ് തുറന്നു.
കിടത്തി ചികിത്സയ്ക്കായി 5 മുറികളും ഡോക്ടർ റൂമും നഴ്സസ് ഡ്യൂട്ടി റൂമും പഞ്ചകർമ്മ തിയേറ്ററും ഉൾപ്പെട്ടതാണ് പേവാർഡ്. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് സെന്ററിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, MK ജോസ്, NK കബീർ, MM സലീം എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെയും കോലഴി കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ചാരിറ്റി മരിയ ഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഫാദർ അഗസ്റ്റീൻ ജോൺ ഊക്കൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില മുഖ്യാതിഥിയായിരുന്നു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ KA മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടോയ് തോമസ്, ഡോക്ടർ സിസ്റ്റർ വിന്നി, സിസ്റ്റർ ഷെൽറ്റി, ഡോക്ടർ ശ്രീജിത്ത് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. KV ഭക്തവത്സലൻ അധ്യക്ഷനായി. AS ദിനകരൻ, യൂണിയൻ ചേർപ്പ് ഏരിയ സെക്രട്ടറി KC രമേശ്, ഏരിയ പ്രസിഡന്റ് MB മുകേഷ്, തങ്കമണി, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച നല്ലവരായ തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ ഒരു സംഗമ വേദിയാണ് ഇപ്പോൾ ഈ പ്രദേശം എന്ന്. ചാലൂർ പഞ്ചായത്തിലെ കരൂപ്പാടം അങ്കണവാടിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NN ജോഷി, വിനീത ബെന്നി, MK ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനം ഓടാനുള്ള സൗകര്യം എൻ്റെ പേരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. വരേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മൾ വികസനമായി നടന്നു പോകുമ്പോൾ പേരല്ല പ്രധാനം. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ചിറക്കൽ പാലം, ഞാനും പ്രസിഡന്റൊക്കെ വളരെയേറെ പലരും അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റും KREA IAS അക്കാദമിയും സംയുക്തമായി 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ജൂനിയർ സിവിൽ സർവീസ് സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. ക്രിയ അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻ ഷാ അധ്യക്ഷത വഹിച്ചു. അൽ റഹ്മ അക്കാദമിക്ക് ചെയർമാൻ RV അഹമ്മദ് കബീർ ഫൈസി, അക്കാദമി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷിൻ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസും ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ മിഷൻ എന്നിവയെപ്പറ്റി അൽ റഹ്മ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സിറാജ് P ഹുസൈനും വിവരിച്ചു. TM മൊയ്തീൻ ഷാ, വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ, VA മുഹമ്മദ്, ഷമീദ ഭാനു, റംല ബീവി തുടങ്ങിയവർ സംസാരിച്ചു. കായലും കടലും കണ്ടൽക്കാടും നമ്മുടെ കുട്ടികളോട് ചെറിയ സ്വപ്നങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.
മാള റോട്ടറി ക്ലബ്ബും തൃശൂർ എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ലേക്ക് ഷോർ പാർക്കിൽ നിന്നും ആരംഭിച്ച് മാള ജൂത സിനഗോഗിന് സമീപം സമാപിച്ചു. മാരത്തൺ ഉദ്ഘാടനം MLA VR സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർഡ് കൌൺസിലർ LC പോൾ സംബന്ധിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 10 കിലോമീറ്റർ വരുന്ന മാരത്തണിൽ പങ്കാളിയായി. മാളയിൽ നടന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മെമ്പറുമായ PK ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. മാള റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അലോഷ്യസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടയോട്ടത്തിൽ പോലീസ്, എക്സൈസ്, തൃശൂർ എൻഡ്യൂറൻസ് ക്ലബ്ബ് അംഗങ്ങൾ, സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ വഴിയോര കച്ചവടക്കാർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ, നാട്ടിക, ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള 150ഓളം വഴിയോര കച്ചവടക്കാർ പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ C. ദിവ്യ ദിനേശ്, R. ജിഷ്ണു, റിനി മോണിക്ക എന്നിവർ നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഫുഡ് അനലിസ്റ്റ് PS സുമേഷ്, PK നിസാർ, രാജി N. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ 12 സുവർണ നിയമങ്ങൾ കുട്ടനല്ലൂർ അഗസ്റ്റിൻ അക്കര ഹൈസ്കൂളിലെ 1977-78 SSLC ബാച്ചിന്റെ കുടുംബ സംഗമം നടന്നു. യോഗത്തിൽ പ്രസിഡന്റ് AO സണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡേവിസ് തെക്കേക്കര പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ഫിലോമിന, PS അംബിക, VA കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചന്ദ്രാപിന്നി ഡിങ്കൻസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. എടത്തിരുത്തി സ്റ്റോൺ ഫെറി ക്ലബ്ബ് 2ാം സ്ഥാനവും സബരിയ ക്ലബ്ബ് 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PR നിഖിൽ, വാസന്തി തിലകൻ, KV സനീഷ്, കോർഡിനേറ്റർ ES സിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കണിമംഗലം ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റൂസി, ഡിവിഷൻ കൌൺസിലർ ലിംന മനോജ്, AR രാഹുൽനാഥ്, MR പ്രകാശൻ, PA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത KLM ഓഫീസ് വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനവും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാട് നിർവഹിച്ചു. രൂപത KLM ഡയറക്ടർ ഫാദർ ജോസ് പുല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജോസ് മാത്യു ഊക്കൻ, രൂപത പ്രസിഡന്റ് ബാബു തോമസ്, ട്രഷറർ ജെയ്സൺ കല്ലേലി തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം കൊട്ടേക്കാട് ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് നിർവഹിച്ചു. വികാരി ഫാദർ ജോൺസൺ കുണ്ടുകുളം, കൈക്കാരന്മാരായ ജെറി തോമസ്, KK തോമസ്, CA ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 4, 5 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കും. ചെറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ സുവർണ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ജില്ലാതല ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. LSDD ഓഫീസർ പണ്ടു സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് TP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഗായിക പ്രസീത ചാലക്കുടി, പ്രിൻസിപ്പൽ സിസ്റ്റർ
ലെറ്റിസിയ, സ്കൂൾ മാനേജർ സിസ്റ്റർ സീന, PTA പ്രസിഡന്റ് ടോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കുടുംബശ്രീ CDSനുള്ള ISO അംഗീകാരം തൃശൂരിൽ മന്ത്രി K. രാജനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, CDS ചെയർപേഴ്സൺ AR രാജേശ്വരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, CDS മെമ്പർ സെക്രട്ടറി സുനിൽകുമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് SCP ഫണ്ട് 9 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനർനിർമ്മാണം നടത്തിയ ചാഴൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലെ ചിറക്കൽ തൃക്കാമ്പള്ളം റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ ഗോപിനാഥ്, CPI പ്രതിനിധി ഉല്ലാസ് കണ്ണോളി, BJP പ്രതിനിധി ഷാജി കളരിക്കൽ, മുസ്ലിം ലീഗ് പ്രതിനിധി PH ഇബ്രാഹിം, ചിറക്കൽ പള്ളി വികാരി സിൻഡോ പെരേപ്പാടൻ എന്നിവർ പങ്കെടുത്തു. 221ാമത് ചേലക്കര പഴയ പള്ളി പെരുന്നാളിന്റെ നോട്ടീസ് പ്രകാശനം ഇടവക വികാരി ഫാദർ ജോസഫ് മാത്യു നിർവഹിച്ചു. ഇടവക മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ കൺവീനർ KV രാജൻ, ജോയിന്റ് കൺവീനർ CP വർഗീസ്, സെക്രട്ടറി BC ജോബ്, ട്രഷറർ KC ജോയ്, പബ്ലിസിറ്റി കൺവീനേഴ്സ് വിവിൻ, എൽദോസ്, ഡാനിയൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 2, 3, 4 തീയതികളിലാണ് പെരുന്നാൾ. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെ മട്ടത്തൂർ GLP സ്കൂൾ ഹാളിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന, ഡോക്ടർ TC മേരിക്കുട്ടി, ഡോക്ടർ MS അനീഷ്, ശാലിനി ജോയ്, TR ഔസേപ്പുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചോറ്റുപാറ സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ സീനിയേഴ്സ് ഡേ ആയി ആചരിച്ചു. ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ അംഗങ്ങളെയും ദേവാലയത്തിൽ എത്തിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു. ദിവ്യബലിക്കും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ആന്റണി മുത്തൻ കാർമ്മികത്വം വഹിച്ചു. വിൻസെന്റ് ഡി പോൾ ഫൊറോന പ്രസിഡന്റ് ഡേവിസ് പൂവമ്പഴയ്ക്കൽ മുഖ്യ അതിഥിയായിരുന്നു. കോൺഫറൻസ് പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത്, സെക്രട്ടറി റാണി തോമസ് നെറ്റിക്കാട്ടിൽ, അഗസ്റ്റിൻ തോമസ് കൊച്ചുപറമ്പിൽ, ജോർജ് നെറ്റിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. BJPയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. കൊടകര നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ CP സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സുധീർ ബേബി, സൗത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിമൻ ഡെവലപ്മെന്റ് സെല്ലിന്റെ പുതിയ അക്കാദമിക് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം കോർപ്പറേറ്റ് ട്രെയിനർ K. രാജേശ്വരി നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, ഡോക്ടർ സ്വപ്ന C. കോമ്പാത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഷിർദി സായി മന്ദിരത്തിൽ ധർമ്മചിന്ത സദസ്സ് സംഘടിപ്പിച്ചു. ആദിമാർഗി മഹാചണ്ഡാല ബാബ ഉദ്ഘാടനം ചെയ്തു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ വിഷയാവതരണം നടത്തി. ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാര ജേതാവ് പെരിങ്ങോട് ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ, KR പ്രവീൺ, അരുൺ C. നമ്പ്യാർ, സബിത രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി നേതൃത്വം നൽകി. മുത്തേടത്തറ, കിഴക്കുമുറി എന്നീ ദേശങ്ങളാണ് ഇത്തവണ ഷഷ്ഠി മഹോത്സവത്തിൽ പങ്കാളികളായത്.
ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. ഗുരുവായൂരിൽ ഓട്ടോ ഡ്രൈവർമാരുടെ അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഔട്ടർ റിംഗ് റോഡിലെ വൺവേയിൽ നിന്ന് ഓട്ടോറിക്ഷകളെ താൽക്കാലികമായി ഒഴിവാക്കിയതായി പോലീസ്. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച മേൽശാന്തി പോലീസ് പിടിയിൽ. മുരുങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി അശ്വിനാണ് പിടിയിലായത്. വാടാനപ്പള്ളി സ്വദേശി സജീറിനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളി ജിത്തുവും. പുത്തഞ്ചേരിയിൽ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമുദായങ്ങളുടെ സാമൂഹിക രംഗത്ത് മാറ്റമുണ്ടാവുകയുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2026 UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.